പുരുഷന്മാർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം അത് തഴഞ്ഞിട്ട് സ്ത്രീകൾക്ക് എക്സ്ട്രാ സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടെങ്കിൽ അത് പാടില്ല, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്നതാണ് എൻ്റെ ഫെമിനിസം എന്ന് പറഞ്ഞത് 20 വയസ്സുള്ളൊരു പെങ്കൊച്ചാണ്. അത് പെങ്കൊച്ച് പറഞ്ഞത് കൊണ്ട് സംഭവിച്ച പ്രശ്നമാണോ, 20 വയസ്സിൻ്റെ പ്രശ്നമാണോ, അതോ ഇനി അങ്ങനല്ല ഫെമിനിസം, അതായത് മുടി പറ്റേ വെട്ടി ഷർട്ട് വിട്ട് കവലയിൽ പോയി നിന്നിട്ട് എല്ലാ ആണുങ്ങളെയും തെറി പറയുന്നതും അതാണോ ഫെമിനിസം? അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ അവർ ഫെമിനിസ്റ്റിനെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം എന്തോ ആ പെൺകൊച്ചി പറഞ്ഞതിന് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണും. അതായത് മീനാക്ഷി എന്ന് പറയുന്നൊരു പെൺകുട്ടി, പുള്ളിക്കാരി ഇപ്പം ഈ അടുത്തായിട്ട് പറയുന്ന കാര്യങ്ങൾ പലതും കോമൺ സെൻസ് എന്താണോ അതാണ് പറയുന്നത്. സാമാന്യ ബോധത്തിന് നിരക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ സാമാന്യ ബോധം കൊണ്ട് ചിന്തിക്കുകയല്ല, സാമാന്യ ബോധത്തിന് നിരക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് എന്തോ അത് ഇഷ്ടപ്പെടുന്നില്ല. കാലക്രമേണ പുള്ളിക്കാരത്തി മീൻസ് ഈ മീനാക്ഷിക്ക് അത് മനസ്സിലായിക്കോളും എന്നൊക്കെ താത്വികമായിട്ട് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞത് ഈ അടുത്ത് കണ്ടു. പിന്നെ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ കാക്ക കൊത്തും എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല, ഇപ്പം കറുത്ത കോട്ടിട്ട് കോടതിയിൽ പോയി വാദിക്കുന്ന ഒരാളാണ് ഈ കാക്കയെ പേടിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അത് എന്ത് കാക്കയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ അടുത്ത് ഈ മീനാക്ഷി എന്ന് പറഞ്ഞ ആ പെൺകുട്ടി പറയുന്ന പല കാര്യങ്ങളും മതപരമായിട്ടുള്ളതോ ജാതീയമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു യുക്തിവാദ റിലേറ്റഡ് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ലിറ്റ്മസ് 25 എസൻസിന്റെ പ്രോഗ്രാം ആയിരുന്നു ലിറ്റ്മസ്. അതിന് കൊടുത്തൊരു ഇന്റർവ്യൂവിനകത്തും പുള്ളിക്കാരത്തി പറയുന്നത് പുള്ളിക്കാരത്തിയുടെ കൃത്യമായിട്ടുള്ള നിലപാടാണ്. ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് എല്ലാവർക്കും അവരുടേതായ അവകാശമുണ്ട്, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, അത്രേ ചെയ്യുന്നുള്ളൂ. പക്ഷേ പലപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം, ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ എവിടെങ്കിലും ഉറച്ചു നിന്നാൽ ബാക്കിയുള്ളവർക്കും പ്രശ്നമൊന്നുമില്ല. പക്ഷേ എല്ലാ മതങ്ങളിൽ നിന്നും വിട്ടു പോരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ വിട്ടു പോരുന്നു എന്നുള്ള ചിന്ത മനസ്സിലുള്ള ആൾക്കാരെ അവരെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് അത്ര വലിയ മോശം കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കാൻ പോലും തോന്നുന്നത്. അപ്പം ഈ പലപ്പോഴും ഇതാണ് എന്തെങ്കിലും, അതായത് മതത്തിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വിശ്വാസത്തിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഏതോ ഒരു ആകാശമാമൻ നമ്മളെ തീക്കൊള്ളി കൊണ്ട് കുത്തും, ഇല്ലെങ്കിൽ നിരത്തിയിട്ട് ബാർബിക്യൂ ഉണ്ടാക്കും, ഫ്രൈ ചെയ്യും. ഇത്തരത്തിലാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള പേടിപ്പേരുകളാണ് ഈ മതത്തിനെ, എല്ലാ മതങ്ങളെയും ഇങ്ങനെ നിർത്തുന്നത്. പക്ഷെ ഇപ്പം ഈ പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ റീസൺ അതാണ്. അതായത് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ആ പെൺകുട്ടി അകന്നു പോകുന്നു എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ്. ഇതിന് മുമ്പൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഇതേപോലെ കാക്കക്കൊത്തും എന്നുള്ളതിന് സിമിലർ ആയിട്ടുള്ളൊരു ഡയലോഗ് ഇതേ വ്യക്തി തന്നെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊരു ഡാൻസ് ആയിരുന്നു. 2 ഡോക്ടർമാർ MBBS പഠിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ എന്തോ അവരുടെ പേരിനകത്ത് കുറച്ച് പ്രശ്നം വന്നേ. അതായത് ഒന്നൊരു ഹിന്ദു പേരും ഒന്നൊരു മുസ്ലിം പേരും ആയപ്പോഴത്തേനും കാക്കക്കൊത്തും എന്നുള്ളൊരു തോന്നൽ പുള്ളിക്കുണ്ടായി. പുള്ളിക്കെന്തോ അറിയില്ല, പുള്ളി കാക്കയെ പേടിയാ. അത് ഈ ബലിക്കാക്ക അതിൽ ഉൾപ്പെടാമെന്ന് നമുക്കറിയില്ല. എന്തായാലും കാക്കയെ പേടി എന്നുള്ള കാര്യം ആണ് നമുക്ക് നിലവിൽ അറിയാവുന്നത്. പിന്നെ കാക്കകള് കൊത്തുവോ കൊത്താതിരിക്കുവോ എന്നുള്ളത് അവരുടെ കാര്യമാണ്. കാക്കകളോട് ചോദിക്കണം കൊത്തണോ, അല്ലെങ്കിൽ കൊത്തുന്നുണ്ടോ കൊത്തുന്നില്ലോ എന്നുള്ള കാര്യം കാക്കയോട് ചോദിച്ചാൽ അറിയത്തുള്ളൂ. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ളവരെ നോക്കാതെ, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് അഭിപ്രായം പറയാതെ വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള ആൾക്കാരെ അവരെ റെസ്പെക്ട് ചെയ്യണം. അത് ഈ പ്രായം നോക്കുവോ, അല്ലെങ്കിൽ അത് പെണ്ണായതുകൊണ്ട് പറയാൻ പാടില്ല എന്നുള്ളതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. ഈ ചിന്താഗതിയും വെച്ചിട്ടാണ് ഈ നിലവിൽ നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കഞ്ഞി കുടിച്ചു പോകുന്നത്. അതാണ് ഈ വിരോധാഭാസം എന്ന് പറയുന്നത്.